ഹായ് ഫ്രണ്ട്സ്, ജാസ് സ്പൈസി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി ബീഫ് ഒലത്തിയതാണ്. ബീഫ് ഒലത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇത് 1 കിലോ ബീഫാണ്. ബീഫ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ചെറിയ പീസുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്യുക. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നല്ലപോലെ കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. ഇതിലേക്ക് നമുക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ ബീഫാണ്. എരിവ് വേണ്ടവർക്ക് അതിനനുസരിച്ച് കൂട്ടിയിടാവുന്നതാണ്. 1 ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർത്ത് നമുക്ക് ഇളക്കി കുക്കറിനകത്ത് അടച്ച് 4 വിസിൽ വരുന്നത്ര നേരം നമുക്ക് വേവിക്കാം. ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവ് അനുസരിച്ചിരിക്കും. ചിലവരുടെ കുക്കറിന് 6 വിസിലായിരിക്കും. എൻ്റേത് 4 വിസിലിൽ വന്നാൽ മതി, അപ്പോഴേക്കും വേവും. അപ്പോഴത്തേനും നമുക്ക് അതിനുള്ള കൂട്ടാക്കാം. ഒരു പാനൽ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. കടുക് പൊട്ടിക്കഴിയുമ്പോഴത്തേനും നമുക്കിതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇടിച്ചു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരല്പം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കാം. ഞാൻ ഇഞ്ചി ചതച്ചാണ് ചേർത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് ഒരല്പം പെരുംജീരകം പൊടിച്ചിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ നേരത്തെ മുളക് പൊടി ചേർത്താണ് നമ്മുടെ ബീഫ് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ മസാലയൊക്കെ ഇതിലേക്ക് പിടിക്കുന്നത്രയും നേരം നമുക്ക് ബീഫ് ഇതിൻ്റെ അകത്തിട്ട് നമുക്കൊന്ന് വേവിക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. കാരണം വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണിത്. നമ്മൾ സാധാ ബീഫൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസും കുറേ സമയം നമുക്ക് നഷ്ടം വരും. ഇതുപോലെ നമ്മൾ ബീഫ് ചെയ്യുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻസായിട്ട് രേഖപ്പെടുത്തുക. അടുത്ത റെസിപ്പിയുമായി അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ.